എന്നാലും ചിലപ്പോൾ നമ്മുടെ സിനിമയൊക്കെ പല സിനിമകൾ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ഇനി ഇതിനകത്തൊരു ഭാവി ഉണ്ടാവും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇല്ലില്ല, ഒരു മാറ്റവും ഇല്ലല്ലോ. ചില നടന്മാരുടെയൊക്കെ സിനിമ 2-3 ഒക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഇവരുടെ എല്ലാ സിനിമ 8 നില പൊട്ടുന്നുണ്ട്, ഇനി ഇവർ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ ആലോചിക്കാറുണ്ട്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞായിരിക്കത്തുള്ളൂ. കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. നായകരെ കുറിച്ച് ആലോചിക്കാറുണ്ട്, ആസിഫിയെ കുറിച്ച് അല്ല, സത്യമായിട്ടല്ല. ഞങ്ങൾ ആങ്കേഴ്സിനെ കുറിച്ച് അങ്ങനെ ആലോചിക്കാറേ ഇല്ല. എന്തെങ്കിലും കുത്തിക്കേട്ടി തന്നെ വായിക്കാത്ത ചില സമയങ്ങളിൽ റെമ്യൂണറേഷൻ കുറഞ്ഞാലും സിനിമ ചെയ്യാം എന്ന് ചിന്തിക്കാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ വഴിയില്ല. അതുകൊണ്ടാണ് അവിടെ ഇവിടെയും ഇരിക്കുന്നത്. ഊഞ്ഞാലാട്ടിയതല്ലേ? നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. ഭാര്യ അറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ട്. അയ്യന്റെ മോനെ, ആരുടെ കൂടെ എന്തെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്താ എന്റെ ഉദ്ദേശം? ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോ കുറച്ചും കൂടെ നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കാട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? എന്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിട്ട് ഞാനത് ചോദിക്കരുതായിരുന്നു. കുറച്ച് നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഇതാണ് വ്യത്യസ്തമായ കാര്യം. ഭാര്യ അറിയാതെ പുറത്തൊക്കെ ഇറങ്ങാൻ പോയിട്ടുണ്ടോ എന്നുള്ളത് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഷാജി കേട്ടാ ഇവിടെ ഒരു ചോദ്യമാണ്. ചോദിക്കുന്ന ആളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്ത് ചോദ്യമാണെന്ന് മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. ചോദ്യത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. സന്തോഷമായി. ഇങ്ങനത്തെ രസകരമായ റൗണ്ടുകളുമായി വീണ ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. കഷ്ടപ്പെട്ടിട്ടുണ്ട് രാത്രി എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ലല്ലോ, നമ്മൾ നേരത്തെ ഇരുന്നല്ലേ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ.